അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്പനയിൽ കണ്ടാൽ മനസ്സിലായി കാണും കരുതുന്നു കേട്ടോ. ഓഫീസ്ക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കോളും കൂടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്നിപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും. August 1 മുതൽ ലേഡീസിന് ടെസ്റ്റ് എങ്ങനെയാണ്, ബൈക്ക് ആണോ അതോ സ്കൂട്ടി ആണോ അതോ M80 തന്നെ ഉണ്ടോ. അപ്പോൾ എന്താ പറയുക, M80 1 മുതൽ പോയി. പിന്നെ ബൈക്ക് കൊണ്ട് കഴിയുന്ന ആൾക്കാർക്ക് ബൈക്ക്, ആണുങ്ങൾക്ക് വിത്ത് ഗിയർ ആണെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ബൈക്ക് എന്തായാലും മസ്റ്റായിട്ട് കാണിച്ചെടുക്കണം. വിത്തൗട്ട് ഗിയർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ നിലമ്പൂർ ഭാഗത്ത് നമ്മൾ സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. സ്കൂട്ടിമ്മലാണ് പഠിപ്പിക്കുന്നത്. ഇനി ഏത് നിമിഷം സ്കൂട്ടി മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, സ്കൂട്ടിമ്മൽ ഒതുങ്ങാനും അതേപോലെ ബൈക്കുമ്മ ഒന്ന് 8 ഇടണമെന്നുണ്ടെങ്കിൽ നല്ല റിസ്ക് ഉണ്ട്. കാരണം നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ബൈക്കുമ്മ 8 ക്ലിയർ ആകുള്ളൂ. അല്ലാതെ റോട്ടിൽ കൂടെ പോണ ആണുങ്ങൾക്ക് വരെ ചെക്കന്മാർക്ക് വരെ അധികം കിട്ടണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാസമൊക്കെ കൂട്ടത്തോൽവി പറഞ്ഞാണ്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലായിടത്തും എല്ലാ ചാനലുകളിലും കാര്യങ്ങളിലൊക്കെ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പ്രാക്ടീസ് ചെയ്യണം. അതിന് നല്ല മാക്സിമം ക്ലാസ് എടുക്കണം, എല്ലാം ക്ലിയർ ആക്കണം. പിന്നെ സ്കൂട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ സ്കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ന്യൂന ആ വണ്ടി കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതും മാറാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയണത്. ഫുള്ളായിട്ട് മാറിയിട്ട് വെറും എന്താ പറയുക ബൈക്ക് മാത്രമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ, ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ, എന്താ വരിക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലേഡീസിന് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ. ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്താണ്, നല്ല തിരക്കുള്ള സമയമാണ്, ബിസിയാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്തും കൂടി ഒരു എന്താ പറയുക, അഡ്മിഷൻ എടുക്കാത്ത ഒരു പെണ്ണ് വിളിച്ചാണ് ചോദിച്ചു, ഇനി ഞങ്ങളെ കൊണ്ട് ലൈസൻസ് എടുക്കാൻ കഴിയുമോ, ഇനി ഞങ്ങളെ കൊണ്ട് ബൈക്ക് ഓട്ടാൻ കഴിയുമോ, ഇനി ഞങ്ങൾക്ക് ലൈസൻസ് എന്താ പറയുക ലൈസൻസ് ഇടുന്നതിലെ സ്വപ്നം ഞങ്ങളൊന്ന് മാഞ്ഞു പോയില്ലേ, അങ്ങനെയൊക്കെ സങ്കടപ്പെട്ട് ഒരുപാട് ലേഡീസ് വിളിക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനെയൊന്നുമില്ല. ബൈക്കുമ്പോൾ 2-3 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ ശരിക്കും നമുക്ക് എന്താ പറയുക ഇടാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഒന്നും നമുക്ക് കഴിയൂല എന്ന് കരുതി നിന്നാലേ നമുക്കൊന്നും കഴിയൂല. അത് നമ്മളെന്താ പറയുക, നമ്മളെ മനസ്സിനെ ആദ്യം ഭാഗപ്പെടുത്തുക. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്നില്ല വിശ്വാസം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സന്ദർഭങ്ങളിലാണെന്നെങ്കിലും നമുക്കത് പൊരുതി നേടാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ തളർന്ന് നമ്മളെ കൊണ്ട് കഴിയൂല, അതിന് മെനക്കെട്ടിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത നമ്മളെ മനസ്സിൽ വന്നാൽ പിന്നെ അതൊരിക്കലും നടക്കൂല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലേഡീസ് ഭയങ്കര സങ്കടത്തിൽ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം 18 കഴിഞ്ഞ കുട്ടികളുണ്ട്, അതേമാതിരി കുറച്ച് പ്രായ ആൾക്കാരുണ്ട്, കല്യാണം കഴിഞ്ഞ ആൾക്കാരുണ്ട്, മക്കളുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇത്രയും കാലം സ്കൂട്ടിൻ്റെ ഒക്കെ ലൈസൻസ് എടുത്തിരുന്നത്. ഇപ്പോൾ ഈ സ്കൂട്ടി ഇപ്പോൾ കുറച്ച് കാലമായിട്ടാണ് ഒന്നായിട്ട് പുറത്ത് നിരത്തിൽ ലേഡീസ് ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും M80 പെട്ടെന്ന് ഇട്ടുകൊണ്ട് ലെവലാക്കാൻ പറ്റീനി. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. 8 ഇടാൻ കയ്യോ, 8 ഇഞ്ഞ് ബൈക്കുമ്പോൾ കയ്യോ, അതേപോലെ തന്നെ ഞങ്ങളെ കൊണ്ട് സാധിക്കൂല എന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ ഈ 1 മുതൽ M80 പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. M80 എന്താ പറയുക ഡ്രൈവിംഗ് സ്കൂളുകളിൽ തന്നെ നിരോധിച്ചിരിക്കണം, ഒഴിവാക്കിയിരിക്കണം. പിന്നെ പറഞ്ഞാൽ നമ്മൾ ബാലൻസ് ലെവലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ M80 എടുക്കണുള്ളൂ. ബാക്കിയുള്ള ആരും ഒന്നിനും M80 എടുക്കണില്ല. അപ്പോൾ ഇതേ പറയാനുള്ളൂ. ആരും ടെൻഷനും കാര്യങ്ങളൊന്നും ആവേണ്ട. കാരണം 2-3 ദിവസം ക്ലാസ്സിന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാനുള്ള സംഭവമേ ഉള്ളൂ. പക്ഷെ ബൈക്കാവുമ്പം ആ ഒരു പേടി, ബൈക്ക് ഞങ്ങളെ കൊണ്ട് കഴിയോ എന്നുള്ളൊരു പേടി മാത്രമാണ് അധികം എല്ലാവർക്കും തോന്നുന്നത്. അത് തോന്നുകയാണ്. അത് 2 ദിവസം നല്ല പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്രാക്ടീസ് തന്നെ വേണം കേട്ടോ. അല്ലാതെ നമുക്ക് പെട്ടെന്ന് ഇപ്പം ബൈക്ക് ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് പോലും ഇപ്പം നമുക്ക് ട്രാക്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പണിയുണ്ട്. 8 ഒടിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരെ റോഡ് ഓടിക്കണ പോലെയല്ല, 8 ആ ട്രാക്കിൻ്റെ ഉള്ളിൽ കടന്ന് കളിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്താ പറയുക, ആൺകുട്ടികൾക്കും ആണുങ്ങൾക്ക് തന്നെ ബൈക്കുമെന്ന് ഇടണമെന്നുണ്ടെങ്കിൽ 2-3 ക്ലാസ് എന്താ പറയുക പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഉള്ളവർക്ക് കറക്റ്റ് കിട്ടണുള്ളൂ. ചില ചെക്കന്മാർക്ക് കിട്ടും, ചില ആൾക്കാർക്ക് അങ്ങനെ അലോഡ് കിട്ടണില്ല. അപ്പോൾ എവിടെ അഡ്മിഷൻ കൊടുത്താലും എവിടെ ടെസ്റ്റിന് പോകുകയാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ക്ലാസ് എടുക്കാൻ നോക്കുക. ക്ലാസ് എടുത്താണ്ട് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഉള്ളൂ 8 നമുക്ക് ഇനി 8 കിട്ടുള്ളൂ, ബൈക്കുമ്പോൾ 8 കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞാൽ 8ൻ്റെ പണി പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ 8ൻ്റെ പണിയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ലേഡീസിന് നല്ല എന്താ പറയുക നല്ല റിസ്ക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എന്താ പറയുക ടെൻഷനൊക്കെ ഒഴിവാക്കിയാണ്ട് പെട്ടെന്ന് അഡ്മിഷനും കാര്യങ്ങളും എടുക്കുക. പഠിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ പഠിക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 8ൻ്റെ പണിയിൽ നിന്ന് നമുക്ക് എന്താ പറയുക നമ്മളും ഇതിൽ നിന്നും കര കയറും എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഗവൺമെൻറ്റിന്, സർക്കാരിന് കാണിച്ചു കൊടുക്കണം. കാരണം ബൈക്കും ലേഡീസിനും ഒതുങ്ങും, ബൈക്കും ലേഡീസിന് അവൈലബിൾ ആണ്. നമ്മളെ കൊണ്ട് ഒതുങ്ങാത്ത ഒന്നുമില്ല എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നല്ല ക്ലാസ് എടുക്കണം, പ്രാക്ടീസ് ചെയ്യണം. അത്രേ പറയാനുള്ളൂ. ഓക്കെ, ബൈ.